എറണാകുളം ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ ഈ പ്രദേശത്തൊക്കെയും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ദുരിതത്തിലാണ് ഇവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾ. ചേച്ചി, മഴ പെയ്തു തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ വെള്ളം കയറി തുടങ്ങി. ഇനി മഴ വരാനിരിക്കുന്നതോടം കൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ട് പോകേണ്ട ഗതികേടാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത, പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഈ ഇപ്പൊ കണ്ടില്ലേ ഞങ്ങൾ നിൽക്കണമെന്ന്, ഇപ്പൊ എങ്ങനെയാന്നുള്ളത് കണ്ടില്ലേ. ഇതേപോലെ എങ്ങനെ നമ്മൾ പുറത്ത് കിടക്കും? നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള പോംവഴികൾ ഞങ്ങൾക്ക് കണ്ട് തരണം എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. എല്ലാ തവണ ഇങ്ങനെയാണോ വെള്ളം കയറാറുണ്ടോ? ഇപ്പൊ ഇയാൾ ഇവിടെ കെട്ടിവെച്ചപ്പോൾ മുതലാണ് ഇത്രയും പ്രശ്നം. അല്ലെങ്കിൽ വെള്ളം വന്നാൽ വെള്ളം പോകാറുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഞങ്ങൾ ഈ ദുരിതത്തിൽ തന്നെയാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. അത് തന്നെയാണ് ആ ചേച്ചിയുടെ വാക്കുകളിലുണ്ടെല്ലാം. കാരണം വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഈ വീടിന് ചുറ്റും വെള്ളമായി തുടങ്ങി അല്ലേ? ഇതിനകത്ത് വെള്ളം കയറും. അവിടെ ബാത്റൂമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു നിവൃത്തിയില്ല. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് ചെയർപേഴ്സൺ അറിയാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. പുള്ളി ഉള്ളപ്പോൾ തന്നെ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നോക്കാൻ പ്രതിഭ എന്ന് പറഞ്ഞ് ഇവിടെ അതിനുശേഷം ഇതാണ് അവസ്ഥ. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം കയറി പൈപ്പ് ഇവിടെ വീണ് മുട്ടുകാല് വലിയ പൊട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സാധനം പട്ടിസോർ സാധനം ഇട്ടിച്ച് വെച്ച് ഇപ്പോഴും വയ്യാണ്ടിരിക്കുകയാണ്. ആയോടെ ബുദ്ധിമുട്ടാണ്. സാധനമൊക്കെ നനഞ്ഞ് എല്ലാം പോകും. അകത്ത് വെള്ളം കഴിഞ്ഞ ദിവസം കയറി ഇപ്പോഴും കയറും. ഇത് കണ്ടില്ല, ഈ നിമിഷം വരെ ഇത്രേ ഉള്ളൂ. ഒറ്റ പഴയക്ക് വളർത്തി കയറി ഞങ്ങൾ എവിടെ പോകും? 1-2 ദിവസം നമ്മൾ പുറത്തേക്ക് പോവാം, അത് തിരിച്ചു വരട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ദുരിതവും എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെയും വലിയ രീതിയിൽ, അതായത് മുട്ടിന് മുകളിൽ തന്നെ വെള്ളമുണ്ട്. തൊട്ടപ്പുറത്തുള്ള ആ വീട് അതേതാണ്ട് പൂർണ്ണമായും മുങ്ങിയ, ഏതാണ്ട് 1/4 ഭാഗത്തോളവും മുങ്ങിയ നിലയിലാണ്. കാരണം വീടിനകത്ത് ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. കാരണം ഒരു സ്ഥലങ്ങളും ഉപയോഗിക്കാൻ കഴിയാത്ത, അതായത് വെള്ളം ഒഴിവായ ഒരു സ്ഥലം പോലും ആ വീടിനുള്ളിലില്ല. കാരണം ആ വീടിനകത്ത് മുഴുവനായിട്ടും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് അവർ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ തന്നെ ഏതാണ്ട് ഒരു മുട്ടിന് മുകളിൽ തന്നെ ആ ചേച്ചി പോകുന്ന ദൃശ്യം നമുക്ക് മനസ്സിലാക്കും. കാരണം മുട്ടിന് മുകളിൽ തന്നെ വെള്ളമുണ്ട്. അങ്ങനെ വലിയ ദുരിതമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് വെള്ളം ഒഴുകി പോകാൻ ആവശ്യമായ ഒരു പൈപ്പ് ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മേഖലയിൽ പൈപ്പ് ഇട്ടതിന് ശേഷം അതൊരു സ്വകാര്യ വ്യക്തി ആ സ്ഥലം എടുക്കുകയും അതിനുശേഷം ആ ഒരു പൈപ്പ്, അതായത് വെള്ളം പോകാൻ ഇട്ടിരുന്ന ആ പൈപ്പ് കെട്ടിയടക്കുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ ആളുകൾക്ക് ഇത്തരത്തിലൊരു ദുരിതം സമ്മാനിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ വെള്ളം പോകാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഏതായാലും വെള്ളം പോകാൻ ആവശ്യമായ എല്ലാ നടപടിയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.